ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അടിപൊളിയായിട്ട് ദേ നമ്മുടെ വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. വെക്കേഷനും വീക്കെൻഡും കൂടി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നൊന്നര വോക്കാണ് പോകാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 6-7 മാസമായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ ലാസ്റ്റ് ഒരു ചുരിദാർ മേടിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു ഡ്രസ്സ് പോലും വാങ്ങിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കല്യാണം അനിയൻ്റെ വന്നപ്പോഴത്തേക്കും 2 സാരിയും ഒരു ചുരിദാറും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ നമുക്ക് ഇങ്ങനെ ഡെയിലി പുറത്ത് പോകുമ്പോഴോ വീട്ടിലിടാനൊക്കെ ആയിട്ട് ഞാൻ ഒരു വസ്ത്രവും വാങ്ങിച്ചിട്ടില്ല. ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ് കേട്ടോ ഷോപ്പിംഗ് കുറച്ച് കുറയ്ക്കണം എന്നുള്ളത്. വലിയ കാര്യമായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്ന ആളൊന്നല്ല ഞാൻ, എന്നാൽ പോലും ഉള്ളതിനെ കുറച്ചും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പരിപാടിയാണ്. ദീപിക്കുമോനെ ഇടയ്ക്ക് എല്ലാവരും ചോദിക്കാറുണ്ട്, അവൻ അങ്ങനെ വീഡിയോയിലൊന്നും വരാറൊന്നുമില്ല, ഞാനോട്ട് നിർബന്ധിക്കാറുമില്ല കേട്ടോ, ഈ ഭാവം കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ വീഡിയോയിൽ വരണോ വരണ്ടേ എന്നൊക്കെ. അതിനും ഭേദം എൻ്റെ പുത്രി തനുക്കുട്ടി, അവൾ എപ്പോൾ വീഡിയോ എടുക്കണോ എന്ന് പറയണ്ടോ ഓടിച്ചാടി വരുന്നതായിരിക്കും. അവൾ തന്നെയാണ് എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും കേട്ടോ. അപ്പോൾ പിക്കുവിന് ഇഷ്ടം അവൻ്റെ പപ്പയുടെ പിന്നാലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. പപ്പ അതേ കാർ ഏതാണ്ടൊക്കെ തുടയ്ക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. അപ്പോൾ ആ ഒരു മഴയത്ത് നല്ലതായിട്ട് കാറിൻ്റെ മേലെ മുഴുവൻ മണ്ണും പൊടിയും ഒക്കെ തെറിച്ച് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകുന്നത് പ്രമാണിച്ച് ശരത്തരനൊന്ന് തുടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഇതേ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ മണി മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം നമ്മുടെ ലൈഫിൽ വർക്കായേ എന്നുള്ളത് ഞാൻ ഇനി വീഡിയോൻ്റെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കാറിൽ ഓടി കയറി അതേ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഷോപ്പിംഗ് മാൾ ഓപ്പൺ ആവും. അപ്പോൾ ആ നേരത്ത് നമ്മൾ കൃത്യമായിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് വലിയ തിരക്കിലും പെടാണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ വഴിനീളെ ഇങ്ങനെ കച്ചവടക്കാരെയൊക്കെ കാണാറുണ്ട്. പലതരം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് ഇതേ ഇപ്പോൾ കുറേ മുളകൊക്കെ വാരി കൊണ്ട് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് വാങ്ങാനായിട്ട് ആൾക്കാരും ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ സ്ട്രീറ്റിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ ഡെയിലി വെയറിനൊക്കെ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയതൊക്കെ ഇരിപ്പുണ്ട്. നമ്മളൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. എന്നാലും അങ്ങനെ ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് കടയിലുള്ളതിനെ കഴിഞ്ഞും സെലക്ഷൻ ഉണ്ട് തോന്നുന്നു. അത്രയും കളേഴ്സൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ റോട്ടിലേക്കല്ല ഈ പാലത്തിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറുകയാണ്. അപ്പോൾ വലിയ തിരക്ക് ഞാൻ കണ്ടില്ല കേട്ടോ. കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് വരാറുള്ള ഏരിയ ആണ്. എന്നാൽ പോലും ഇന്ന് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇനി നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. ഞങ്ങളെപ്പോലെ കുറ്റിയും പറിച്ച് നേരം വെളുക്കുമ്പോഴത്തേക്കും പോകേണ്ട ആൾക്കാരില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ ഫീനിക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ. കുറേ നാളുകൾക്ക് ശേഷമാണ്, ഒത്തിരി മാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു കാര്യം കൂടിയും പറയട്ടെ. നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മണി മാനേജ്മെൻറ്റ് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫീനിക്സിൻ്റെ മുകളിൽ ഏതാണ്ടൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ കയറി ചെല്ലുന്നത് ട്രെൻഡ്സ് ഫുഡ് വെയറിലേക്കാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാനായിട്ട് പറ്റി. അപ്പം ഞങ്ങൾ ഓടി ചാടി അതിനകത്തേക്ക് കയറി. വേറെ ഒന്നും കൊണ്ടല്ല, പിക്കുമോൻ്റെ ഷൂസൊക്കെ കുറച്ച് പഴയതായിട്ടുണ്ട്. അവന് ഒരു ഷൂവേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ഞു പിള്ളേരുടെ കാലം ഇടയ്ക്കിടയ്ക്ക് വലുതാവുന്ന കാരണം കൊണ്ട് കുറേ ഷൂസും ചെരുപ്പൊന്നും വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ അവനിങ്ങനെ സ്ഥിരമായിട്ട് ഇട്ട് നടക്കാനായിട്ട് ഒരു ഷൂവും, പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ ഇടാനായിട്ട് ഒരു ഷൂസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്, അത് പിക്കുനും തനുവിനും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയതാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിയതാണ് ഈ ബാഗ് കേട്ടോ. എനിക്ക് ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ തൊടുന്നത് മുഴുവൻ മഞ്ഞ കളറായിരുന്നു. ഇന്ന് മഞ്ഞ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാഗ് കണ്ടപ്പോഴത്തേക്കും നല്ല രസം, കൊള്ളാലോ എന്നൊക്കെ തോന്നി. നോക്കിയപ്പോഴത്തേക്കും വില 2500 രൂപ. അത്രയ്ക്ക് വില കൊടുത്തിട്ട് ഇത്രയും കുഞ്ഞി ബാഗ് വാങ്ങണ്ട എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരു ഓഫർ നടക്കുന്നായിരുന്നു, buy 2 get 1 എന്ന് കേട്ടോ. അത് കേട്ടപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു, എന്നാൽ നിനക്ക് ഫുഡ് വെയർ വേണമെന്ന് ചോദിച്ചു. ഞാൻ ശരത്തേട്ടന് വേണ്ടെങ്കിൽ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെപ്പലെടുത്തതാണ് കേട്ടോ. ഇത് ശരത്തേട്ടന് വേണ്ടെന്ന് പറഞ്ഞു, ഒത്തിരി ഷൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത ചെപ്പലാണ് ഇത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഏതാണ്ട് മെത്തപ്പുറത്ത് ചവിട്ടി നിൽക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ചെരുപ്പ്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് വാങ്ങിച്ചത്. അങ്ങനെ തനുക്കുട്ടിക്ക് ഷൂസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അതൊരു തുണി ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അത് ശരത്തേട്ടൻ പറഞ്ഞു പെട്ടെന്ന് ചെളി പിടിക്കും, കഴുകിയ പോകുന്നൊക്കെ ഒരു പേടി ഞങ്ങൾക്ക് തോന്നിയ കാരണം കൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. അതിന് പകരം വേറൊരു ഷൂസും ഒരു ചപ്പലും അവൾക്ക് വാങ്ങിച്ചു. അവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഹോം സെൻറ്ററിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ ബസ് പോകുന്നുണ്ടായിരിക്കും കേട്ടോ. പിള്ളേരെയും അമ്മമാരൊക്കെ കയറിയിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ ഇതിനൊന്നും കരയില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഞങ്ങൾ തന്നെ കയറിക്കോളാൻ പറഞ്ഞവർ കയറും എന്നല്ലാണ്ട് ഈ വക കാര്യങ്ങൾക്കൊന്നും വാശിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോം സെൻറ്ററിലേക്ക് കയറി.
ഹോം സെൻറ്റർ എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. ഇവിടെ കയറി നമുക്ക് നല്ല കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. കാരണം അത്രയും ഐറ്റംസ് ഉണ്ടായിരിക്കും കേട്ടോ ഇതിനകത്ത്. നമ്മൾ സ്ത്രീകളായ കാരണം കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോൾ കൈവിട്ട് പോകും. നോക്കി എന്തൊരു ഭംഗിയാണല്ലേ, ഗണപതിയും സരസ്വതിയും ലക്ഷ്മിയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ടൈപ്പുള്ള എന്തോ ഒരു സ്റ്റാച്ചു പോലൊരു സാധനം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വെക്കുന്ന ഇങ്ങനെ ഭംഗിക്ക് വെക്കുന്ന കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഐക്യയിലുള്ളതിനെ കഴിഞ്ഞും പാത്രങ്ങളുടെ ഒരു സെക്ഷൻ കൂടുതലുള്ളത് ഹോം സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ. ഐക്യയിൽ മറ്റ് ഐറ്റംസിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് തോന്നുന്നു. പാത്രങ്ങൾക്ക് എപ്പോഴും ഹോം സെൻറ്ററാണ് ദി ബെസ്റ്റ്. ഞാൻ പലപ്പോഴായിട്ട് പോയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് എനിക്കിങ്ങനെ പാനുകൾ കുറേ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഇതിലേത് വാങ്ങിച്ചു ഏത് വാങ്ങിച്ചില്ല എന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ പാനുകൾ തപ്പിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. അപ്പോൾ താനക്കുട്ടിക്ക് വെള്ളത്തിൻ്റെ ബോട്ടിൽ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്നൊരു ബോട്ടിലും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ് വീട്ടിലേക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി നാളുകളായിട്ട് വീട്ടിലേക്ക് അങ്ങനെ പാത്രങ്ങൾ മേടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏകദേശം ഒരു 1 ഇയറായിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് കുറേ വാങ്ങിച്ചു കൂട്ടും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കൺട്രോൾ പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, ഒന്നാമത്തേൽ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള സ്പേസ് കുറവാണ്. പിന്നെ ആവശ്യമില്ലാതെ ഒരുപാട് പാത്രങ്ങളാകുമ്പോൾ നമ്മൾ മുന്നേ വാങ്ങിച്ചതൊന്നും തന്നെ യൂസ് ചെയ്യാണ്ടാവും. പുതിയത് കിട്ടുമ്പോഴുള്ള എല്ലാവരുടെയും സ്വഭാവമാണ് പഴയതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ പഴയത് സാധനങ്ങൾ ഒട്ടും ഉപയോഗശൂന്യം ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പുതിയതിലേക്ക് കടക്കാവൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി നാളുകളായിട്ട് ഞാൻ പാനുകളോ അല്ലെങ്കിൽ എനിക്ക് അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളോ മറ്റോ ഒന്നും തന്നെ വാങ്ങിക്കാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ പാനൊക്കെ ഏകദേശം ഒരു തീരുമാനത്തിലായിട്ടുണ്ട്. ഇതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഹോം സെൻറ്ററിലേക്ക് വന്നത്. എനിക്ക് കുറച്ച് പാനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര എമൗണ്ടിലേക്ക് മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്യൂ എന്നുള്ളത്. അതിന് മേലേക്കുള്ള ഒരു സാധനവും ഞാൻ വാങ്ങിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഞാൻ കയറിയത്. ഇതൊരിക്കലും ശരത്തേട്ടൻ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. ശരത്തേട്ടൻ ഒന്നിനും എതിരുള്ള ആളല്ല. എനിക്ക് എന്ത് പറഞ്ഞാലും എന്ത് വേണം എന്ന് പറഞ്ഞാലും വില പോലും നോക്കാതെ വാങ്ങിച്ചു തരുന്ന ഒരാളാണ് ശരത്തേട്ടൻ. പക്ഷേ ഇത് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ് കേട്ടോ. നമുക്കിങ്ങനെ നമ്മളെ ആകർഷിക്കാനായിട്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല എന്ന് കരുതി ഞാൻ ഓവറായിട്ട് പൈസ ചിലവാക്കുന്ന ഒരാളൊന്നും ആയിരുന്നൊന്നുമില്ല. എന്നിട്ട് പോലും അതിൽ ഞാൻ ചിലവാക്കുന്നതിൽ നിന്നും പിന്നെയും ഞാൻ ഒരു കൺട്രോൾ വരുത്തുകയാണ് ചെയ്തത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്ത് കാര്യം നടക്കുമെന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ ഹോം സെൻറ്ററിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും സമയം 2 മണി എന്ന് കണ്ടോടുകൂടി ഞങ്ങൾക്ക് പിന്നെ ഫുഡ് വേണമെന്നായി. എല്ലാവർക്കും വിശപ്പ് ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കിട്ടി കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ശരത്തനെ ഈയിടെയായിട്ട് ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങിയ ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ ഐറ്റംസൊക്കെയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. കുബൂസും ചിക്കനും പിന്നെ എന്തോ സാലഡൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഇത് തന്നെ മുഴുവൻ കഴിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ അവിടെ ഫ്രൈഡ് റൈസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. കുറച്ചധികം ബാക്കി വന്നു കുട്ടികളായ കാരണം കൊണ്ട്. അപ്പോൾ അവരുടെ ഫുഡ് ഞങ്ങൾ പാക്ക് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ആക്കരുത്. നമുക്ക് കഴിയുന്ന ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്ത് എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ. ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്നിരുന്നത് കുറച്ച് ടീനേജ് ഏജിലുള്ള കുട്ടികളായിരുന്നു. അവർ ഒരു ലാർജ് പിസ്സ പിന്നെ ഒരു 2 കുപ്പി കൊക്കക്കോളയും അവിടെ കഴിച്ചതിന് ശേഷം വെറുതെ ഇട്ടിട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കുട്ടികൾക്കൊന്നും ഈ പൈസയുടെ വില അറിയില്ല. ഞാനത് കണ്ട വശം മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. കാരണം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ. അപ്പം നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്തു. ബാക്കിയുള്ള ഫുഡ് ഞങ്ങൾ പാക്ക് ചെയ്ത് വീട്ടിലേക്കും എടുത്തു കൊണ്ടുപോയി കേട്ടോ. പിന്നെ ശരത്തേട്ടൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതും പിന്നെ ഇപ്പോൾ ഈ ഫുഡും എല്ലാം കൂടിയിട്ട് കാറിൽ കൊണ്ടുവച്ച് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് കയറിയത്. അപ്പം നമ്മൾ ബാറ്റയിൽ കയറി പിക്കുവിന് വീണ്ടും ഷൂസ് തപ്പി. അവൻ്റെ സൈസിനുള്ളത് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. സൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കളർ ഞങ്ങൾക്ക് പിടിക്കില്ല. അങ്ങനെ ഷൂസ് കിട്ടിയില്ല കേട്ടോ അവന്.
പിന്നെ നമ്മളിതേ വീണ്ടും ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ കയറിയിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ പ്രോഡക്റ്റ്സാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് യൂസ് ചെയ്തതിന് മുന്നേ ഞാൻ ബോഡി ഷോപ്പിൻ്റെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. ആ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു ഷോപ്പിൽ കയറിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു ബാത്ത് ജെല്ലും അതുപോലെ ഒരു മോയ്സ്ചറൈസറും വാങ്ങിച്ചുകൊണ്ട് പോയി. അത് യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ചേഞ്ച് ആയിരുന്നു എൻ്റെ സ്കിന്നിൽ. ഡ്രൈനെസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഇതിനിച്ചിരി വില കൂടുതലാണ്, ഏകദേശം ഒരു 2000 റേഞ്ചിലൊക്കെ ഇതിന് വില വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അവിടെ ഇതുപോലെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ 40% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം പാതി വിലയുടെ റേറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സാധനം നോക്കി നടക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ. അടിപൊളി പ്രോഡക്റ്റ്സ്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എൻ്റെ മോയ്സ്ചറൈസറും ബാത്ത് ജെല്ലും മാത്രമാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ശരത്തേട്ടൻ സ്റ്റിൽ ഇപ്പോഴും ബോഡി ഷോപ്പിൻ്റെ ഐറ്റംസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതും നല്ല വർക്കിംഗ് ആണ് കേട്ടോ നമ്മുടെ ശരീരത്തിന്. സ്കിന്നിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങളിതേ മാക്സ് വഴിയാണ് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്സിൻ്റെ അടുത്ത് കൂടെ പോയപ്പോഴത്തേക്കും എന്നാൽ ജസ്റ്റ് അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. വിഷു ഒക്കെ അല്ലേ, നമ്മളൊരു സാധനം എടുക്കാനായിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, എന്തെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം എന്നുള്ള രീതിക്കാണ് ഞാൻ കയറിയത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ള ഒന്നും എനിക്കിവിടെ കാണാൻ പറ്റിയില്ല. കളക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ, എനിക്ക് പിടിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ ഒത്തിരി സമ്മർ വെയേഴ്സ് കണ്ടായിരുന്നു, ലൈറ്റ് കളേഴ്സും ഒക്കെ ആയിട്ടുള്ള കുറേ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള കുറേ ടോപ്പും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇത് ഏകദേശം ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ അതൊന്നും വാങ്ങിക്കാഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പിലുള്ളത് ഇവിടെ നിന്ന് കിട്ടിയില്ല എന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ അങ്ങനെ എല്ലാ കടയിലും കയറി ഇറങ്ങി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി ഞാനിങ്ങനെ നടക്കുമായിരുന്നു. ട്രെൻഡ്സിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ മാക്സിലും ഉണ്ടായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കട എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഇപ്പോൾ നമ്മൾ മാക്സും ട്രെൻഡ്സും അങ്ങനെയുള്ള കടകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ഡ്രസ്സുകൾക്ക് നല്ല പോലെ വില കൂടുതലാണ് കേട്ടോ. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എനിക്ക് ഇന്ന് വരെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഡ്രസ്സുകൾ എടുക്കുന്നു, എനിക്ക് ഇന്ന് വരയ്ക്കും ഒരു കംപ്ലൈൻറ്റും ലൈഫ് സ്റ്റൈലിലത്തെ ഡ്രസ്സുകൾക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂ ആണ്. നമുക്കൊന്ന് ട്രയൽ റൂമിൽ കയറി ഒന്ന് ഇട്ട് നോക്കണമെങ്കിൽ. അപ്പോൾ ആദ്യം ഞാനൊരു ടീഷർട്ട് ഇട്ട് നോക്കി. എനിക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ടീഷർട്ട് ഇടാനാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഞാനൊരു ടോപ്പ് നോക്കി, വിഷു ഒക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ടോപ്പ് എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് നോക്കിയതാണ് ഈ ഒരു ലൈറ്റ് വഴുതനപ്പൂവിൻ്റെ കളർ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കുറേ ഇട്ട് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രയൽ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഷർട്ട് ഇട്ട് നോക്കുന്ന ശരത്തേട്ടൻ പറഞ്ഞിട്ട് ഞാനൊരു ഷർട്ട് കൂടി ട്രൈ ചെയ്തു. എനിക്കത് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ടീഷർട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കാരണം കംഫർട്ടബിളുമാണ്. നമുക്ക് സിനിമയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഈവൻ വീട്ടിലിടാനാണെങ്കിൽ പോലും ടീഷർട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വസ്ത്രമാണ് കേട്ടോ. പിന്നെ മഞ്ഞ, ഞാനിന്ന് പറഞ്ഞില്ലേ എനിക്കിന്ന് മഞ്ഞ ദിവസമാണെന്ന്, ഞാൻ ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കുർത്തിയായിരുന്നു, സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. അത് ഇട്ടപ്പോൾ ഇങ്ങനെ ഒരു വെട്ടം മുഖത്തേക്ക് ഉദിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിട്ടിട്ട് ശരത്തേട്ടനെ കാണിച്ചപ്പോൾ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഇപ്പോൾ ഇതേ വീഡിയോയിൽ തന്നെ എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയാൽ അത് ഭയങ്കര വലിയ വീഡിയോ ആയി പോവും, നിങ്ങൾക്കും കാണാനായിട്ട് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ഏകദേശം 6 മണി 6:30 ആയിട്ടോ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് കടന്നപ്പോഴേക്കും. ഞങ്ങളൊരു 11 മണിക്കൊക്കെ വന്നതാണ്. ഏകദേശം ചായ കൂടിയും കഴിഞ്ഞ് വൈകുന്നേരമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും നല്ല സൂപ്പർ ടയേർഡായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കേട്ടോ. കുറച്ച് ഡ്രസ്സൊക്കെ അവർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഡെയിലി വെയർ, വീട്ടിൽ സമ്മർ വെയർ ഒക്കെ ആയിട്ട് ഇടാനൊക്കെ ആയിട്ടുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ദേ ഇപ്പോൾ ഫീനിക്സിൻ്റെ മുന്നിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡെക്കറൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തവണ ദേ ഒരു മയിൽ, ഇപ്പോൾ ഉഗാദിയാണ് ഈ വീക്കെൻഡ് ഇവിടെ വരുന്നത്. ബൈ ദ വേ, ഉഗാദി എന്ന് പറയുന്നത് ഇവിടുത്തെ പുതിയ വർഷം സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ, ഹിന്ദു കലണ്ടർ പ്രകാരം. അതായത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടകക്കാർക്ക് ഇത് ന്യൂ
ഇയർ ആണ്, ബിഗിനിങ് ഓഫ് ന്യൂ ഇയർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഉഗാദി ആഘോഷിക്കുന്നത്. നമ്മൾ വിഷുവൊക്കെ ആഘോഷിക്കില്ല ഏപ്രിലിൽ, അതേപോലെ അവർ ഉഗാദി ഈ ഒരു മാസത്തിലാണ് അവർ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉഗാദി പ്രമാണിച്ച് ഇവിടെ ഭയങ്കര ആഘോഷങ്ങളായിരിക്കും. ഇതുപോലെ പുതിയ വസ്ത്രങ്ങൾ അണിയും, എല്ലാവരും അവനവൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോവും, വരും, വീടൊക്കെ വൃത്തിയാക്കും. അങ്ങനെ നമ്മൾ വിഷുവിന് എങ്ങനെയൊക്കെ ചെയ്യുമോ അതേപോലെയൊക്കെ തന്നെ ഉഗാദിക്ക് ഇവിടെയുള്ളവരും ചെയ്യും എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എൻ്റെ ചെറിയ അറിവാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ ഉഗാദിയൊക്കെ കണ്ടത്. അതിൻ്റെ ഒരു തിരക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ആകെ കുറച്ച് ദിവസമല്ലേ ഉഗാദിക്കുള്ളൂ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു. ഇങ്ങോട്ട് വന്ന പോലെയല്ല, അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കേട്ടോ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഷോപ്പിംഗ് ആയിരുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ നല്ലൊരു ഷോപ്പിങ്ങൊക്കെ ചെയ്തത് എന്ന് കരുതി ഓവറായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ച് വേണം നമ്മൾ പൈസ ചിലവാക്കാൻ. വരവിനേക്കാൾ കൂടുതൽ ചിലവായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും സേവിങ്സ് ആയിട്ട് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് വരവറിഞ്ഞ് ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ ഒരു കൺട്രോൾ നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കാനൊന്നും പറ്റുമെന്നില്ലല്ലോ, നമ്മൾ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ. അയ്യോ എന്നെ കൊണ്ടൊന്നും ഫിനാൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊന്നും ആരും ചിന്തിക്കരുത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് ആദ്യമായിട്ട് നമ്മളൊരു ഗോൾ ഫിക്സ് ചെയ്യണം. ഇത്ര രൂപ ഞാൻ ഈ മാസം സേവ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ ഞാൻ ഇത്ര രൂപ എനിക്ക് സേവിങ്സ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കണം. ഓരോരുത്തർക്കും ഓരോ ഗോൾസ് ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്കൊരു വീട് വേണമെന്നായിരിക്കും, ചിലപ്പോൾ ഒരു കാറ് വാങ്ങണമെന്നായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ ഒരു ഗോളിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഈ കാണുമ്പോൾ നമുക്ക് ഒരു ടെംപ്റ്റേഷൻ ആണല്ലോ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളത് കാണാണ്ടിരുന്നാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നതൊക്കെ ഒഴിവാക്കാതെ, ഞങ്ങൾ പണ്ടേ ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അനാവശ്യമായിട്ട് പണം കളയാനുള്ള ഇഷ്ടം പോലെ ആപ്പുകൾ നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ മിന്ത്രയും ആമസോണും ഫ്ലിപ്കാർട്ടും മീഷോയും എല്ലാം എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ നമ്മളതൊക്കെ സ്ക്രോൾ ചെയ്ത് നമുക്ക് വേണ്ടിയതൊക്കെ കാർട്ടിലിട്ട് വയ്ക്കും, ആവശ്യമുള്ളതൊക്കെ ഓർഡർ ചെയ്യും. ഡെയിലി എന്ന പോലെ സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ നമ്മുടെ പടിക്കിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ പോണ വഴി അറിയില്ല കേട്ടോ. അതേപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും പച്ചക്കറി, പലചരക്ക്, പാല് എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാലോ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കില്ലേ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വാങ്ങിച്ചാൽ മതി. കളയാൻ വേണ്ടിയുള്ള അത്രയും മാസം പോയി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കാണ്ടിരിക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞു തരാൻ തുടങ്ങിയാൽ ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങുന്ന കാര്യമില്ല. അത് കാരണം കൊണ്ട് നിങ്ങളുടെ പൈസ പോകുന്ന എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക, അതിനൊരു കൺട്രോൾ വരുത്തുക. ഇത്രയാണ് നമ്മുടെ ഫിനാൻസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.